Hello guys, welcome back to my channel Tales of Mobi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് how I edit my YouTube videos. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടുന്ന വ്ളോഗും വീഡിയോസൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു how I edit Instagram Reels. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഷോട്ട് ആപ്പിലാണ് ഞാൻ ഈ ഒരു വീഡിയോയും എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇൻഷോട്ട് പ്രോ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കുമ്പോൾ ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അവിടെ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകും. അതിൻ്റെ മുകളിലുള്ള ഒരു ക്രോസ് ചിഹ്നത്തിൽ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വേണ്ട ക്ലിപ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് അവിടെ ഓരോന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഓരോ ഫീച്ചേഴ്സും കാണാൻ പറ്റും. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ തന്നെ ഫിൽറ്റർ, എഫക്ട്സ്, കട്ട്, ട്രിം, ലൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വീഡിയോയുടെ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്നത്, ട്രാൻസിഷൻ, എഫക്ട്സ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഇൻഷോട്ടിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേണ്ടത് ഏതാണോ അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ ഞാൻ പൊതുവേ സിമ്പിളായിട്ടാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഷോർട്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസൊക്കെയാണ് നമ്മൾ കുറച്ച് ടൈം എടുത്ത് ട്രാൻസിഷനും എഫക്റ്റും ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് വ്ളോഗ്സ് അത്യാവശ്യം സിമ്പിളായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ സിമ്പിളായിട്ടാണെങ്കിലും എനിക്ക് അത്യാവശ്യം ടൈം വേണം. ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്താലും അതൊരു 3-4 പ്രാവശ്യം ഫുൾ എഡിറ്റ് ചെയ്തതും കണ്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാനത് ഫൈനലി സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും. പിന്നെ ഓരോ വ്ളോഗിൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ കയറിയിട്ട് ഈസ്തെറ്റിക് ഗ്രിഡ് ലൈൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല ഗ്രിഡ് ലൈൻ സെലക്ട് ചെയ്തിട്ട് അത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, അതായത് ഏറ്റവും വീഡിയോയുടെ ടോപ്പ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് അതിന് മുകളിൽ PIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വീഡിയോ ഇൻ വീഡിയോ അല്ലെങ്കിൽ പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേണ്ട ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയുടെയും ഇൻട്രോ എഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നെല്ലാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകും. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. യൂട്യൂബ് റിലേറ്റഡ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് ആണെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ കമൻറ്റിന് റിപ്ലൈ അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് തീർന്നിട്ടുണ്ട്. അങ്ങനെ ഫോണ്ടും എഫക്ട്സും ട്രാൻസിഷനും എല്ലാം ഇട്ട് നമ്മൾ ഒരു എഡിറ്റ് ചെയ്യേണ്ട രീതിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഉണ്ട്. അത് ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യും. ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഫുൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്യുക. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ആവുമായിരിക്കും. സ്റ്റോറേജ് മീൻസ് ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് സ്റ്റോറേജ് കൂടും. അതൊക്കെ അനുസരിച്ച് വേണം വീഡിയോ സേവ് ചെയ്യാൻ. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.